നമ്മുടെ പള്ളികൾ ആഘോഷിക്കുന്ന ഈസ്റ്ററിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ 3 രാവും 3 പകലും ഉണ്ട്. 3 രാവും 3 പകലിന്റെയും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഫരിസേയരും സദുസേയരും യേശുക്രിസ്തു മിശിഹയാണെന്ന് അറിയാൻ വേണ്ടി ഒരു അടയാളം ചോദിച്ചായിരുന്നു. യേശുക്രിസ്തു വിഷമത്തിലായിരുന്നെങ്കിലും യേശുക്രിസ്തു അവർക്കൊരു അടയാളം കൊടുത്തു. അതാണ് യോന പ്രവാചകന്റെ അടയാളം. അപ്പോൾ മത്തായി 12:40 ഇത് പറയുന്നുണ്ട്. യേശു തന്ന ഒരേ ഒരു അടയാളം ഇത്. യേശുക്രിസ്തു മിശിഹയാണെന്ന്. യേശു പറഞ്ഞു, യോന പ്രവാചകൻ 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. അതായത് 3 രാവും 3 പകലും 3 days and 3 nights ഭൂമിക്കടിയിലായിരിക്കും എന്നാണ് ഈശോ കൊടുത്ത അടയാളം. ഇനി പള്ളികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പള്ളികളുടെ ഈസ്റ്റർ ആഴ്ച എങ്ങനെയാണ്? പെസഹ വ്യാഴം വരുന്നു. വ്യാഴാഴ്ച പെസഹ വ്യാഴം അല്ലെങ്കിൽ മോണ്ടി തേഴ്സ്ഡേ. പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മിശിഹ മരിക്കുന്നു ആൻഡ് മിശിഹയെ അടക്കുന്നു. പിന്നെ ആ രാത്രി യേശുക്രിസ്തു ഭൂമിക്കടിയിലാണ്, അതായത് 1-ാം രാത്രി. പിന്നെ ശനിയാഴ്ച രാവിലെ 1-ാം പകലുമായി. പിന്നെ അടുത്ത രാത്രി ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ അടുത്ത രാത്രി ആവുന്നു. പിന്നെ ഞായറാഴ്ച രാവിലെ ആകുമ്പോൾ മിശിഹ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ പള്ളികളുടെ ഈ കാൽക്കുലേഷനിൽ യേശുക്രിസ്തു ഭൂമിക്കടിയിൽ 2 രാത്രിയും 1 പകലും മാത്രമേ കിടന്നിട്ടുള്ളൂ. അപ്പോൾ യേശു തന്ന ഈ ഒരേ ഒരു അടയാളം, യോന പ്രവാചകന്റെ ഒരേ ഒരു അടയാളം ഇവിടെ പൂർത്തിയാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ യേശുക്രിസ്തു ഏത് കലണ്ടറിലാണ് ഫോളോ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അത് യഹോവയുടെ ഒറിജിനൽ കലണ്ടറാണ്. യഹോവയുടെ നമ്മുടെ ബൈബിളിലെ കലണ്ടറാണ് ഫോളോ ചെയ്തത് യേശു. അപ്പോൾ നമുക്കൊരു ക്വിക്ക് സമ്മറി നോക്കാം. ബൈബിളിലെ ദിവസങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ബൈബിളിലെ മാസങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, പിന്നെ ഒരു യഹോവയുടെ തിരുനാളുകളെ കുറിച്ച് ഒരു ക്വിക്ക് ഓവർവ്യൂ ആയിരിക്കും. ഉൽപ്പത്തി 1:14 ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ, അതായത് നമ്മുടെ സൂര്യനും ചന്ദ്രനും ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഇനി ബൈബിളിലെ ഒരു ഹെബ്രായ ദിവസം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആഴ്ചകളിൽ ഒരു ലെറ്റ്സ് സേ നമുക്കൊരു സാബത്തിന്റെ ഒരു എക്സാമ്പിൾ എടുക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം സാബത്ത് തുടങ്ങുന്നു, പിന്നെ ശനിയാഴ്ച വൈകുന്നേരം സാബത്ത് തീരുന്നു. ഓർ ഇച്ചിരി കൂടെ സിമ്പിൾ വേർഷൻ ആണ് ഇത്. ആദ്യം രാത്രി പിന്നീട് പകൽ. അതായത് ബൈബിളിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം രാത്രി തുടങ്ങുകയാണ്, പിന്നെയാണ് രാവിലെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നൈറ്റ് ആൻഡ് ദെൻ ദ മോർണിംഗ്. അതുകൊണ്ടാണ് ബൈബിളിലെ ദിവസങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യഹോവയുടെ കലണ്ടറിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. ഇപ്പോൾ ഉൽപ്പത്തി 1:5-8 പറയണ പോലെ സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം, അതായത് രാത്രിയായി രാവിലെയായി 1-ാം ദിവസം, ഇങ്ങനെയാണ് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്താൽ ലേവ്യറിൽ പറയുന്ന വേറൊരു എക്സാമ്പിൾ 9-ാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാബത്ത് ആചരിക്കണം. അപ്പോൾ ദൈവം എടുത്ത് പറയുകയാണ് വൈകുന്നേരം മുതൽ വൈകുന്നേരം വരെ ആണ് സാബത്ത് എന്ന്. ശ്രദ്ധിച്ചോ, സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം, സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം, അങ്ങനെയാണ് ഉൽപ്പത്തിയിൽ ദൈവം ലോകം സൃഷ്ടിക്കുന്ന സമയത്ത് പറയുന്നത്. ഇനി യഹോവയുടെ കലണ്ടർ മാസങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഗ്രിഗോറിയൻ മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസത്തിന്റെ ഇടയിലാണ് യഹോവയുടെ 1-ാം മാസം തുടങ്ങുന്നത്. അതായത് ആ സമയത്ത് വരുന്ന ന്യൂ മൂൺ അല്ലെങ്കിൽ അമാവാസിയിലാണ് 1-ാം മാസം തുടങ്ങുന്നത്. പിന്നെ അടുത്ത അമാവാസിയിൽ 2-ാം മാസം തുടങ്ങുന്നു, പിന്നെ അടുത്ത അമാവാസിയിൽ 3-ാം മാസം തുടങ്ങുന്നു, പിന്നെ അങ്ങനെ പോകുന്നു 12 മാസങ്ങൾ. അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുവാണ് കേട്ടോ. അപ്പോൾ അഗൈൻ ഉൽപ്പത്തി 1:14 അവ, അതായത് സൂര്യനും ചന്ദ്രനും ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. അത് ഇവിടെ ഇപ്പോൾ മൂൺ, നമ്മുടെ ചന്ദ്രൻ യൂസ് ചെയ്താണ് ദൈവം മാസങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, സൂര്യൻ യൂസ് ചെയ്താണ് ദൈവം ദിവസം ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇത് മനസ്സിലാക്കിയിരിക്കുക, യേശു അന്ന്, അതായത് ഗലീലിയിൽ 2000 വർഷം മുമ്പത്തെ ആ ഒരു കോൺസെപ്റ്റ് എന്തായിരുന്നു, അതായത് ഒരു ഹീബ്രു ദിവസം എന്ന് പറയുന്നത്, പകൽ എന്ന് പറയുന്നത് 12 മണിക്കൂറായിരുന്നു എന്ന് യേശു ഇവിടെ പറയണം. യേശു പ്രതിവചിച്ചു പകലിന് 12 മണിക്കൂറില്ലേ, യോഹന്നാൻ 11:9 പറയണം. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ബാക്കി 12 മണിക്കൂർ രാത്രിയാണല്ലോ. അപ്പോൾ ടോട്ടൽ ഒരു 24 മണിക്കൂറായി. ബാക്കി 12 മണിക്കൂർ, പകലിന് 12 മണിക്കൂറിന് അപ്പോൾ രാത്രി 12 മണിക്കൂറായി. അപ്പോൾ ഇനി നമുക്ക് യഥാർത്ഥ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും ആ ഒരു ആഴ്ചയിൽ എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 19:31 അത് സാബത്തിനുള്ള ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. യോഹന്നാൻ അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുകയാണ്, ആ സാബത്ത് ഒരു വലിയ ദിവസമായി. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാണ്ടിരിക്കാൻ വേണ്ടി, ബാക്കി നിങ്ങൾക്ക് അറിയാം. ലേവ്യർ 23:5-6 വരെ. ഹെബ്രായ 1-ാം മാസം, യഹോവയുടെ 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിന്റെ പെസഹയാണ്. ആ മാസം 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ഇനി 7-ാം വാക്യം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം നിങ്ങൾ വിശുദ്ധ സമ്മേളനത്തിൽ ആയിരിക്കണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസത്തെ കുറിച്ചാണ് യോഹന്നാൻ 19:31 പറയുന്നത്. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. അപ്പോൾ ഇൻ സമ്മറി, ഹെബ്രായ 1-ാം മാസം, യഹോവയുടെ 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരമാണ് പെസഹ. 15-ാം ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആരംഭമാണ്. 15-ാം ദിവസം അതൊരു വലിയ സാബത്താണ്, ഒരു വലിയ ദിവസമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും എങ്ങനെ നടന്നു നമുക്ക് നോക്കാം. അപ്പോൾ ബുധനാഴ്ച, നമ്മുടെ ആഴ്ചയിലെ 4-ാം ദിവസം പെസഹ വൈകുന്നേരം മിശിഹ മരിക്കുന്നു, മിശിഹ അടക്കുന്നു. പിന്നീട് വൈകുന്നേരമായി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആരംഭിക്കുകയാണ്, അതായത് ആ വലിയ സാബത്ത് തുടങ്ങുകയാണ്. അപ്പൊ അതാണ് 1-ാം രാത്രി. പിന്നെ വ്യാഴാഴ്ച 1-ാം പകൽ, അതായത് 1-ാം രാത്രി 1-ാം പകൽ ഡേ 1, 2-ാം രാത്രി 2-ാം പകൽ ഡേ 2, 3-ാം രാത്രി 3-ാം പകൽ ഡേ 3. ഇതാണ് ഈശോ പറഞ്ഞ 3 ദിവസത്തിൽ ഞാൻ ഉയർത്തെഴുന്നേക്കുന്നു പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ഫുൾഫിൽ ആവുക അവിടെ. എന്നിട്ട് 3-ാം പകൽ കഴിഞ്ഞ് ആ ഇരുട്ടിലേക്ക് പോകുമ്പോഴാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേക്കുന്നത്. ആൻഡ് ലേവ്യർ 23 ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആദ്യ ഫലങ്ങളുടെ പെരുന്നാളും ഈ ദിവസം തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ യേശു ക്രിസ്തു ആദ്യ ഫലങ്ങളുടെ പെരുന്നാളിനുമാണ് ഉയർത്തെഴുന്നേറ്റത്. ഇനി യഥാർത്ഥ ഹീബ്രു ബൈബിളിൽ എഴുതിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കും. മർക്കോസ് 15:42 വൈകുന്നേരമായപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ സാബത്തിന് മുൻപ്, അത് ക്ലിയർലി എഴുതുവാണ് അവര് നമ്മുടെ യഥാർത്ഥ ഹീബ്രുവിൽ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ സാബത്തിന് മുൻപ് അരിമത്തയക്കാരനായ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ ശരീരം ചോദിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോ, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ
തിരുനാൾ സാബത്തിന് മുമ്പ്, അതായത് ആ ആദ്യത്തെ ദിവസം ഒരു ഹൈ സാബത്താണെന്ന് ക്ലിയർലി എഴുതുവാണ് അവിടെ. ഇത് ഞാനൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ആസ് ഇറ്റ് ബിക്കേം ഈവനിങ്, ഓൾറെഡി entering to the feast of unleavened bread, that is before the Shabbat, came Joseph of Ramathaim, and he went into Pilate with diligence and asked the body of Yeshua of him. ഇനി അടുത്തത് മത്തായി 28:1 ഹീബ്രു ബൈബിളിൽ, യഥാർത്ഥ ഹീബ്രു ബൈബിളിൽ, യഥാർത്ഥ ഒത്തന്റിക് ട്രാൻസ്ലേഷൻ. സാബത്ത് ദിവസം വൈകുന്നേരം ഒന്നാം ദിവസത്തിലേക്ക് ഇരുട്ടാകുമ്പോൾ, ക്ലിയർ ആയിട്ട് അവർ എഴുതി ഒന്നാം ദിവസത്തിലേക്ക് ഇരുട്ടാകുമ്പോൾ, മഗ്ദലേന കാര്യത്തെയും മറിയവും മറ്റു മറിയവും കല്ലറ കാണാൻ ചെന്നു. ഒന്നും കൂടെ, ഒന്നാം ദിവസത്തിലേക്ക് ഇരുട്ടാകുമ്പോൾ, അതായത് അന്ന് ഒറിജിനൽ ഹീബ്രുവിൽ അവർ കറക്റ്റ് ആയിട്ട് എഴുതിയായിരുന്നു. ഒന്നാം ദിവസത്തിലേക്ക് ഇരുട്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹീബ്രു ദിവസം തുടങ്ങുന്നത് വൈകുന്നേരമാണ്. അതുകൊണ്ടാണ് അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയത് ഒന്നാം ദിവസത്തിലേക്ക് ഇരുട്ടാകുമ്പോൾ. ആൻഡ് ഈ പറഞ്ഞ ഹീബ്രു ബൈബിളിൽ നമ്മുടെ മത്തായി കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ കൊച്ചിൻ സിനഗോഗിൽ നിന്നാണ്, കൊച്ചിൻ ജൂയിഷ് സിനഗോഗിൽ നിന്നാണ്. അപ്പോൾ കൊച്ചിൻ സിനഗോഗിൽ നിന്ന് കിട്ടിയ ഹീബ്രു ട്രാൻസ്ലേഷനിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. ഒന്നാം ദിവസത്തിലേക്ക് ഇരുട്ടാകുമ്പോൾ മഗ്ദലേന കാര്യത്തിൽ മറിയം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നേരത്തെ വായിച്ച പോലെ ആദ്യ ഫലങ്ങളുടെ പെരുന്നാളിൽ തുടങ്ങണ ആ സമയം, അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം 7-ാം ദിവസം വൈകിട്ടാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നത്. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. At the evening on Shabbat, when dark was approaching the first day, came Mary Magdalene and the other Mary to see the burial. അപ്പോൾ യഥാർത്ഥ ഹീബ്രു കാലണ്ടറിൽ യേശു മരിച്ചത് വെള്ളിയാഴ്ചയല്ല, ഒരു ബുധനാഴ്ചയാണ്. 4-ാം ദിവസമാണ്, ആഴ്ചയുടെ 4-ാം ദിവസമാണ് യേശു മരിച്ചത്. അതിന് ഉയർത്തെഴുന്നേറ്റത് ശനിയാഴ്ച വൈകിട്ടും. ലേവ്യർ 23 പ്രകാരം യഹോവയുടെ ആദ്യ ഫലങ്ങളുടെ പെരുന്നാളിലാണ് യേശു ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഹീബ്രു കാലണ്ടർ അനുസരിച്ച് പോയാൽ യേശു ഭൂമിക്കടിയിൽ 3 രാത്രിയും 3 പകലും കിടക്കുന്നുണ്ടല്ലോ. യേശു യോന പ്രവാചകന്റെ ആ അടയാളം കൊടുത്തത് ഈശോയുടെ ഫുൾഫിൽ ചെയ്യുവാണ്. യേശു തന്ന യോന പ്രവാചകന്റെ അടയാളം ഇവിടെ പൂർത്തിയാവുന്നുണ്ടോ? ഉണ്ട്. യേശു യഹോവയുടെ 3 തിരുനാളുകൾ പൂർത്തിയാക്കി. ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ യഥാർത്ഥ ക്രിസ്തുമതത്തിൽ നിന്ന് വളരെ അകലെ പോയിരിക്കുകയാണ്. ഇസ്രായേൽക്കാരനായിരുന്ന യേശു ക്രിസ്തുവിന് പോലും ഇപ്പോഴത്തെ ക്രിസ്തുമതത്തെ തിരിച്ചറിയാൻ പറ്റില്ല. ചിന്തിച്ചോ, ഈവൻ അപ്പസ്തോലന്മാർക്കും പറ്റില്ല. ഈവൻ ഈസ്റ്റർ എന്ന വാക്ക്, യേശുവിന്റെ മരണവും യേശുവിന്റെ പുനരുത്ഥാനവുമായിട്ട് എന്താ ബന്ധം? നമ്മളതെല്ലാം ആഘോഷിക്കുകയാണ്. പക്ഷെ അത് ആക്ച്വലി ഒരു ബാബിലോണിയൻ പേരാണ്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ വേരുകളിലേക്ക് മടങ്ങാനുള്ള സമയമായി.